എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ചോപ്പർ മേടിച്ചു. അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് പരസ്യമൊന്നും അല്ല കേട്ടോ. ഞാനൊരു ചോപ്പർ മേടിച്ചപ്പോൾ അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താം അത്ര മാത്രമേ വിചാരിച്ചുള്ളൂ. എനിക്ക് നല്ലതായിട്ട് തോന്നിയത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം യൂസ് ചെയ്ത ചോപ്പർ ഈ ടൈപ്പ് ചോപ്പറായിരുന്നു. ഇങ്ങനെ വലിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, നല്ല ചോപ്പറായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോരും. രണ്ടാമത് ഞാൻ ഉപയോഗിച്ച ചോപ്പറാണ് ഹാൻഡ് പുഷ് ചോപ്പർ. ഇത് നല്ലതായിട്ട് പുഷ് ചെയ്യണം. പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അധികം വെയിറ്റ് ലോസ് നമുക്ക് കട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഈ രണ്ട് ചോപ്പർ ഉപയോഗിച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നേരമാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഈ ചോപ്പറിനെ പറ്റി പറഞ്ഞത്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നാണ് ഈ ചോപ്പറിൻ്റെ പേര്. ഈ ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെയാണ് ഞാൻ മേടിച്ചത്. ഇത് മൾട്ടി ഫങ്ഷൻ ഗ്ലാസ് ചോപ്പറാണ് കേട്ടോ. ഇത് പല കാര്യങ്ങളും നമുക്കിത് ചെയ്യാനൊരു പറയുന്നുണ്ട്. ഡൈസിങ് ചെയ്യാൻ പറ്റും, അതുപോലെ ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കെല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും, അതുപോലെയൊക്കെ മീറ്റ് മിൻസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ വേവിച്ച് ചെയ്യുമ്പോൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കത്തില്ലേ, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. 4 ബ്ലേഡ് സിസ്റ്റം ഉണ്ട്. അതുപോലെയാണ് ഐസ് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാനും ചോപ്പ് ചെയ്യാനും അതുപോലെ പീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിന് 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് ഇത് മേടിച്ചത് കേട്ടോ. അന്ന് ഓഫർ ഉണ്ടായിരുന്നു. 99 ദിർഹംസിനാണ് എനിക്കിത് കിട്ടിയത്. ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എൻ്റെ മെനു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ പേപ്പറിൽ പറയുന്നുണ്ട്. ആദ്യം അതിൻ്റെ അടപ്പാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ കവറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ ഈ ചോപ്പർ എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റേതാണെന്ന്. അപ്പോൾ അടപ്പും ഗ്ലാസിൻ്റേതാണ്. ഇതതിൻ്റെ ബ്ലേഡാണ്. പിന്നെ 4 ബ്ലേഡ് സിസ്റ്റമാണ്. 4 ബ്ലേഡുണ്ട് ഇതിന്. നല്ലതായിട്ട് അവർ പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. കൈയൊന്നും മുറിയാതിരിക്കാനായിട്ട് ബ്ലേഡിനെല്ലാം അവർ കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ ബ്ലേഡിൻ്റെ കവർ നമുക്ക് ഊരി മാറ്റാം. സൂക്ഷിച്ച് ഊരി എടുക്കണം, കാരണം എല്ലാം കൈ അങ്ങ് കീറിപ്പോകും. നമ്മൾ കൈ കഴിഞ്ഞാലും കൈയൊക്കെ മുറിയാതിരിക്കാൻ നമുക്കിത് കവറിട്ട് വെക്കാം. നമുക്കിത് തുറന്ന് നോക്കാമേ. ഇതാണ് നമ്മുടെ ചോപ്പർ. നമുക്കിതിനെ പുറത്തെടുക്കാം. തുറന്ന് നോക്കാം ഇത് കേട്ടോ. ഗ്ലാസിൻ്റേതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റ് അല്ല, എന്നാലും ആവശ്യത്തിന് വെയിറ്റ് ഉണ്ട്. കാണാനും നല്ല ഫിനിഷിംഗ് ആണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്കിപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലും ഇട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനും പറ്റും. അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ അധിക സാധനം നമുക്ക് ഇതിനകത്ത് ഇട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതാണ് അതിൻ്റെ മെഷീന്. ഇലക്ട്രിക് ആട്ടോ, നമ്മൾ കറണ്ട് കുത്തിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് സംഭവം. ഈ ഭാഗമാണ് നമ്മളത് പ്രസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഈ മേളിൽ കാണുന്ന അവിടെയാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ പ്ലഗാണ്. പ്ലഗ് ഒരു കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമുക്കത് ഊരിയെടുക്കാം. ചോപ്പറെല്ലാം കഴുകി ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കണ്ടായോ? അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും സാധനം അരിഞ്ഞ് നോക്കണം. അതിനുവേണ്ടി ഞാനൊരു ഓമയ്ക്കാണ് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓമയ്ക്ക നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് അരിഞ്ഞ് ഉൾക്കടനം ചെയ്യാം. ഇച്ചിരി അധികത്തിൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ് കിട്ടുമെന്ന് അറിയണമല്ലോ. അടപ്പ് വെച്ച് തന്നെ അടച്ച് വെക്കാം. ജസ്റ്റ് ഇങ്ങനെ അടപ്പ് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഞാൻ പ്ലഗ് കുത്തി ഓണാക്കിയിട്ടുണ്ട്. ഇതങ്ങ് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഒന്ന് തിരിക്കണം, ഒരു വെട്ടുണ്ട്, ഒന്ന് തിരിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അത്ര മാത്രം മതി കേട്ടോ. ആദ്യം ഞങ്ങൾക്കത് പ്രസ് ചെയ്യുന്ന അറിയില്ലായിരുന്നു. വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ അതങ്ങ് ഓണായി. നമുക്ക് സത്യം അവർ പറഞ്ഞത് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടും. നിങ്ങളിത് തുറന്ന് കാണിച്ചു തരാം. ഓമയ്ക്ക് എത്രമാത്രം അരിഞ്ഞ് കിട്ടിയെന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, പ്രസ് ചെയ്തൊന്ന് കറക്കി എടുത്തതേ ഉള്ളൂ.
ഇന്നത്തേക്ക് ഓമയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ എൻ്റെ മുകൾ ഭാഗത്തൊക്കെ അരിയാതെ കിടക്കുന്നുണ്ട് നമുക്ക് തോന്നും. അങ്ങനെ അരിയാതൊന്നും കിടക്കത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി കൊടുക്കാം ഉണ്ടോ. പക്ഷെ ഇപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അരിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് അരിഞ്ഞ് പോകും. ഞാൻ അപ്പോൾ മുകളിലത്തെ ഒരു കുറച്ചൊന്ന് അരയാനുണ്ട് തൊട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് ആദ്യമായിട്ട് മേടിച്ച് തരിക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കറക്കി നോക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടെ കറക്കിയെടുത്ത് അന്നേരത്തേക്ക് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് കിട്ടി കേട്ടോ. നമുക്കിനി അതിശയം വരും ഇത്രയും പെട്ടെന്ന് നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. കണ്ടില്ലേ, നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്ത് സാധനം നമുക്കിതിൽ അരിഞ്ഞെടുക്കാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം. കണ്ടോ എന്ത് പെർഫെക്റ്റാണ് നമുക്കത് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് പരസ്യത്തിന് വേണ്ടിയൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്കിതിൻ്റെ പരസ്യത്തിന് ഓഫറോ അങ്ങനെയൊന്നും നമുക്ക് തരാനൊന്നും പറ്റത്തില്ല. ഞാൻ മേടിച്ചത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ചോപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. ആമസോണിൽ ഇത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബ്ലാക്ക് പ്ലസ് ഡെക്കറെന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അത് മൾട്ടി ഫങ്ഷൻ ഗ്ലാസ് ചോപ്പറിന് അടിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ ഓഫറിന് 99 ദിർഹംസിനാണ് അത് മേടിച്ചത് കേട്ടോ. ഇപ്പോഴും ഓഫർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.